നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം എന്റെ കോളേജ് ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് കിട്ടില്ല ഫൈറ്റ്, അതായത് ഒരു ക്യാമ്പസ് മൂവി കണ്ട പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് അതിന്റെ അകത്ത് അമ്മീനി സാഗർ സുനി ഇവരൊക്കെ പൊളി അഭിനയമുണ്ട്. ചേട്ടാ ഡർബി മൂവി കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ പടം പയ്യന്മാര് ഇപ്പോഴത്തെ ഘട്ടത്തിലുള്ള പയ്യന്മാര് നല്ലൊരു കോളേജിലുള്ള ജീവിതം, അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എല്ലാ കാര്യങ്ങളും അതേപോലെ ഉണ്ട്. നല്ല പടം, സൂപ്പർ. ഞാനും സിനിമയിൽ ഫൈറ്റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഫൈറ്റിങ്, അടിപൊളി ഫൈറ്റിങ് കൊള്ളാം. പയ്യന്മാരെ നല്ല സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി പടം. പിന്നെ നല്ല ക്യാമറ, അത്യാവശ്യം എല്ലാ ആർട്ടിസ്റ്റുകളും നല്ല ഫൈറ്റും നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ അകത്ത് അമ്മീനി സാഗർ സുനി ഇവരൊക്കെ പൊളി അഭിനയമുണ്ട്. ഒരു രക്ഷയില്ല, അത്ര നൈസ് അഭിനയമാണ്. അല്ലേ പൊളി. ഞാൻ ഫാമിലിയായിട്ട് കണ്ടതാണ്. പിന്നെ ഞങ്ങൾ കഥ പറഞ്ഞതിന് ശേഷം ഞാൻ എന്നോട് എനിക്ക് അങ്ങനെ പറഞ്ഞ പേര് ഇഷ്ടപ്പെട്ട അങ്ങനെ ഞാൻ പോയി. രണ്ടാമത്തെ വർഷം കാണുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? നല്ല പടമാണ്. കാരണം സെക്കൻഡ് ഹാഫ് ഒക്കെ വേറെ ലെവലാണ്. ഒരു തീ ലെവലിലാണ് ആ പടത്തിന്റെ ഓക്കെ തന്നെ പോയിരിക്കുന്നത്. വേറെ മോഡാണ്. ചേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെ സിനിമ? സിനിമ കൊള്ളാം, ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാം. അല്ല ക്യാമറ എങ്ങനെയുണ്ട്? ക്യാമറ, സ്റ്റോറി, ബാക്കി കാര്യങ്ങള് ക്യാമറയൊക്കെ പക്ക നല്ല യൂത്തിന്റെ പടമാണ്. ഇപ്പൊ ഇങ്ങനെ ചേട്ടൻ എങ്ങനെയാണ്? യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്റ്റോറിയാണ് ഈ പടം കണ്ടിട്ട്. എനിക്ക് ഫാമിലിക്കും യൂത്തിനും ഇഷ്ടപ്പെടണ ഉള്ള ഒരു ഇതുണ്ട്. എനിക്ക് ബോറടിക്കില്ല, നല്ല പടം, ഇത് കാണാം. ബ്രോഞ്ഞ വീടും എങ്ങനെയാണ്? ബാക്കി അടിപൊളി പടം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഇതിന്റെ കൊറിയോഗ്രാഫും സ്റ്റണ്ടും ഫൈറ്റ് ഒക്കെയാണ്. അത് അത്രയും വേറെ ലെവലിലാണ് അവര് ഫൈറ്റ് ചെയ്തേക്കുന്നത് തന്നെ. പിന്നെ ഇത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അടിപൊളി പടം. മൂവി കണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? കണ്ടുണ്ട് പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പടം, നല്ല ഇന്റർലേഷൻ. അത് കോളേജ് ക്യാമ്പസ് ഫിലിം ആണ്. സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, അതിൽ നിന്ന് ഇറങ്ങി ചോദിച്ചോളൂ. കാരണം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. എങ്ങനെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു? സിനിമയുടെ ഫൈറ്റ് സൂപ്പർ. നമ്മൾ ആൾറെഡി ഞാൻ ഫൈറ്റിന് പോകുന്ന ഒരാളാണ്. കിട്ടില്ല ഫൈറ്റ്, അതായത് ഒരു ക്യാമ്പസ് മൂവി കണ്ട പോലെ തന്നെയാണ്. സൂപ്പർ പടം, അടിപൊളി പടം, നന്നായിട്ടുണ്ട്. ഓക്കെ, സിനിമ നല്ല സിനിമയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്പം എന്റെ കോളേജ് ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. റിയൽ ലൈഫിലെ കാര്യങ്ങളായിട്ട് ഈ കോളേജിലൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ട് രസിക്കാനൊക്കെ പറ്റും. എല്ലാവരും പോയി കാണണമെന്ന് ഞാൻ പറയും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ ചെയ്തിരിക്കുന്ന രീതി കൊള്ളാം. പുതിയ പുതിയ കോമഡി ആയിട്ട് പറയാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു അതിന്റെ ഇടയിൽ ഇമോഷൻ ഒക്കെ കയറ്റുന്ന എല്ലാം അടിപൊളി. ഫൈറ്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് ഒക്കെ കൊള്ളാം. ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അടിപൊളിയായിരുന്നു. എനിക്ക് ഞാൻ അങ്ങനെ കാണുന്നതിന്റെ മെയിൻ ആയിട്ട് മൂവിക്ക് പോയത് തന്നെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല മീനും എല്ലാവരും അതിനുശേഷം വന്ന സിനിമ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട്